ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏംബറിൽ എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാൻ ഏംബർ സ്റ്റുഡൻറ്റ് വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ റൂം ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമ്മൾ ഫോണിൽ ഏംബറിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏംബറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഏംബർ സ്റ്റുഡൻറ്റിൻ്റെ വെബ്സൈറ്റും ഉണ്ട്, ആപ്പും ഉണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആപ്പിലൂടെ എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുന്നതാണ്. ആപ്പായാലും വെബ്സൈറ്റ് ആയാലും രണ്ടിലും ഒരേ രീതിയാണ് റൂം ബുക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഈ ആംബറിൻ്റെ ഇത് ഓണാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഷെഫീൽഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിറ്റി അങ്ങനെ ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഷെഫീൽഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഷെഫീൽഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബഡ്ജറ്റ്, മൂവ് ഇൻ മന്ത്, പിന്നെ ഡ്യൂറേഷൻ, റൂം ടൈപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട റൂം എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ലെഡ് മിൽ പോയിൻ്റാണ് ഏറ്റവും കുറഞ്ഞ വിലക്കായിട്ട് കാണിക്കുന്നത്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം, അങ്ങനെ ആഴ്ചയിൽ എത്ര പൗണ്ട് വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതിപ്പോൾ 82 പൗണ്ടാണ് ഒരാഴ്ച അടയ്ക്കാനായിട്ടുള്ളത്. ഇതിൽ തന്നെ നോൺ എൻ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് റൂമായിരിക്കും, പക്ഷേ ഷെയർഡ് ബാത്റൂം ആയിരിക്കും, കോമൺ കിച്ചൺ ആയിരിക്കും. ഇതിനാണ് ഈ 82 പൗണ്ട്. ഇത് 6 ആഴ്ച നിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് 83 പൗണ്ട് വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. അത് തന്നെ 44 ആഴ്ചയാകുമ്പോൾ 84 പൗണ്ട് വെച്ചിട്ട് അടയ്ക്കണം. അതിൽ തന്നെ അടുത്തതാണ് പ്രീമിയം റേഞ്ച് നോൺ എൻ സ്യൂട്ട്. ഇതും പ്രൈവറ്റ് റൂമാണ്, ഷെയർഡ് ബാത്റൂമാണ്, ഷെയർഡ് കിച്ചണാണ്. ഇതിൽ മോർ ഇൻഫോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആ റൂമിൽ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ മിക്കതിനും ഡെപ്പോസിറ്റ് ഒന്നുമില്ല, നമ്മുടെ ഒരു ഗ്യാരണ്ടർ മതി. ഫോണിലല്ലേ. പിന്നെ എൻ സ്യൂട്ട് വരുമ്പോഴാണ് പ്രൈവറ്റ് ബാത്റൂം വരിക. അതിന് കുറച്ചുകൂടി റെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷേ കിച്ചൺ ഷെയർഡാണ്. ഇനി നമുക്ക് വേറൊരു അക്കോമഡേഷൻ നോക്കാം. സെൻട്രൽ പ്ലേസ്. ഇനി ഞാനെടുത്ത അക്കോമഡേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സ്റ്റുഡൻറ്റ് റൂസ്റ്റിൻ്റെയാണ്. ഇത് അവിടെ 110 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് ദൂരം നടക്കാൻ ഉണ്ട് അവിടേക്ക്. ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൽ നിന്ന് 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൽ പഠിക്കാൻ വരുന്നവർ ഇവിടെ അക്കോമഡേഷൻ എടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റും. ഇതിൽ ബ്രോൺസ് പ്ലസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ബ്രോൺസാണ് കാണിക്കുന്നത്. ഇതിൽ പ്രൈവറ്റ് ബാത്റൂം, പ്രൈവറ്റ് റൂം, ഷെയർഡ് കിച്ചൺ, പിന്നെ നമുക്ക് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസും ഇതൊക്കെ വരും. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ തന്നെയായിരിക്കും അവിടെ ചെന്നാലും ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ ആയിരിക്കുമോ അവിടെ, അല്ലെങ്കിൽ റൂമിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ ഒരു റൂം എടുത്തതിനെ കുറിച്ചാണ്. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തൽക്കാലം ഒരു മാസം അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് ദിവസം അവരുടെ അടുത്ത് സ്റ്റേ ചെയ്യുക. ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ആവട്ടെ, അവരുടെ അടുത്ത് നിൽക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് കുറച്ച് ഫ്രണ്ട്സും കണക്ഷനൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ചേർന്ന് ഒരു വീട് എടുക്കായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബിൽസ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും റെൻറ്റിന് പുറമെ, പക്ഷേ റെൻറ്റ് ഭയങ്കര കുറവായിരിക്കും. ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് 117 പൗണ്ടാണ് ഒരാഴ്ച അടയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 31 ദിവസമുള്ളപ്പോൾ എനിക്ക് 518 പൗണ്ടും ബാക്കി 30 ദിവസം വരുന്ന മാസങ്ങളിൽ 501 പൗണ്ടാണ് അടയ്ക്കേണ്ടത്. ഇതിൽ ബിൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷനൊക്കെ എടുത്ത് വരുമ്പോൾ അതിൽ ടെനൻസി പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 44 ആഴ്ച അല്ലെങ്കിൽ 51 ആഴ്ച അങ്ങനെ വെച്ചിട്ടായിരിക്കും ടെനൻസി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഈ അക്കോമഡേഷനിൽ നിന്ന് മാറാൻ നോക്കിയാൽ അത് പറ്റില്ല. കാരണം അപ്പോൾ അവർ പറയും ആ റൂമിലേക്ക് വേറെ ഒരാളെ കൊണ്ടുവരണം. അങ്ങനെ ആ റൂമിലേക്ക് വേറെ ഒരാൾ വന്നിട്ട് ഈ ടെനൻസി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ അതിൽ ടെനൻസി ബ്രേക്ക് എന്ന് വരും. ഇപ്പോൾ നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഡ്യൂറേഷനിലേക്കുള്ള അക്കോമഡേഷൻ എടുക്കുക. അല്ലെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം മാക്സിമം ഉള്ള അക്കോമഡേഷൻ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് റെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും, എന്നാലും ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ കിട്ടും. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഒരു വീട് എടുക്കുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്യുക. അതാകുമ്പോൾ നല്ല റെൻറ്റും കുറഞ്ഞ് കിട്ടും, വേറെ തലവേദനകളൊന്നും ഉണ്ടാവില്ല. ഇത് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നിങ്ങൾക്ക് കുറച്ച് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് യാതൊരുവിധ കണക്ഷൻസും ഇല്ല, സിംഗിളായിട്ട് തന്നെ താമസിക്കാം, കോമൺ ആയിട്ട് എല്ലാവരുടെ കൂടെ നിന്നിട്ട് പരിചയമൊന്നുമില്ല, ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എടുക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. എങ്ങനെ ആംബർ സ്റ്റുഡൻറ്റ് വഴി റൂം ബുക്ക് ചെയ്യാമെന്ന്. ആംബർ സ്റ്റുഡൻറ്റ് സേഫാണ്, അതിനെക്കുറിച്ച് അവർക്ക് ആരും പേടിക്കേണ്ട. ഞാൻ അതുവഴിയാണ് വന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴും ഉണ്ടാവുക. റെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഈ ടെനൻസിയുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് വീടെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. എല്ലാവരും സേഫായിട്ട് വരിക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.